ഇന്ന് തൃശ്ശൂർ ലിറ്റററി ഫോറത്തിൻ്റെയും ചേരൂർ സാഹിതിയുടെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിപാടിയുടെയും അതോടൊപ്പം ഞങ്ങൾ സമർപ്പിക്കുന്ന പുരസ്കാരങ്ങളുടെയും വിശദമായ വിവരങ്ങൾ സംസാരിക്കാനാണ് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത്. തൃശ്ശൂർ ലിറ്റററി ഫോറത്തെയും ചേരൂർ സാഹിതിയെയും നിങ്ങൾക്ക് ഏവർക്കും പരിചയമുള്ളത് തന്നെയാണ്. തൃശ്ശൂർ ലിറ്റററി ഫോറം ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ എഴുത്തുകാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും ഏറ്റവും വലിയ സംഘടനയും ഏറ്റവും സജീവമായ സംഘടനയുമായി മാറിയിരിക്കുകയാണ് ഈ 6 വർഷം കൊണ്ട്. ചേരൂർ സാഹിതി ഒരുപക്ഷെ നിരന്തരമായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ്. കാരണം എല്ലാ ആഴ്ചകളിലും കഴിഞ്ഞ 3 വർഷമായിട്ട് മുടങ്ങാതെ ശനിയാഴ്ചകളിൽ കൃത്യമായി സാഹിത്യ പരിപാടികൾ സംവാദങ്ങൾ നടത്തുന്ന ഒരിടമായിട്ട് ചേരൂർ സാഹിതി മാറിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ 6ാമത്തെ വർഷമാണ്. 6ാം വാർഷികാഘോഷം ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. ഈ വാർഷിക ആഘോഷത്തിന് ഞങ്ങൾ എല്ലാ വർഷവും കൊടുക്കുന്ന പേര് അക്ഷരീയം എന്നാണ്. അതിനു മുമ്പ് ഇത്തരത്തിൽ പത്ര സമ്മേളനം നടത്തുകയും വിശദമായി സംസാരിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വർഷം അക്ഷരീയം 6ാം അധ്യായമാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. 6 വർഷം പൂർത്തിയാകാണ്. 6 വർഷം പൂർത്തിയാകുമ്പോൾ ഏറ്റവും അഭിമാനവും സന്തോഷവും തോന്നുന്നത് ഈ നിലവിലുണ്ടായിരുന്ന ഒരു സംവിധാനത്തെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് വലിയ പ്രത്യയശാസ്ത്രങ്ങളുടെ പിന്തുണയോ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോ മത ജാതി അടിസ്ഥാനത്തിലുള്ള ഏതെങ്കിലും സംഘടനകളുടെയോ ആൾക്കാരുടെയോ ഒന്നും പിന്തുണയില്ലാതെ വളരെ നിഷ്പക്ഷമായ രീതിയിൽ സാഹിത്യത്തിന് വേണ്ടി മാത്രം എന്ന രീതിയിൽ പ്രവർത്തിക്കാനും അതിനെ വളർത്തുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് വലിയ ജനകീയ പിന്തുണയും ഞങ്ങൾക്ക് കിട്ടുകയുണ്ടായി. വലിയ സ്വീകാര്യത പൊതുസമൂഹത്തിൽ ലഭിക്കുകയുണ്ടായി. ആ വളർച്ചയുടെ നിറവിൽ നിന്നുകൊണ്ടാണ് 6ാം അധ്യായം ഇത്തവണ അക്ഷരീയം ആയിട്ട് ആഘോഷിക്കപ്പെടുന്നത്. അപ്പോൾ ഈ വർഷത്തെ അക്ഷരീയം പരിപാടികൾ ഞങ്ങൾ അടുത്ത ശനിയാഴ്ച, അതായത് മെയ് 23-ാം തീയതി ആണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സാഹിത്യ അക്കാദമി MD ഹാളിലാണ് പ്രധാന പരിപാടികൾ നടക്കുന്നത്. 2 സെമിനാറുകളും സാംസ്കാരിക സമ്മേളനവും നാടകവും ഉൾപ്പെടുന്ന ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പരിപാടിയായിട്ടാണ് ഇത്തവണ അക്ഷരീയം സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടി അറിവുള്ള പരിണതപ്രജ്ഞനായിട്ടുള്ള നമ്മുടെ മുതിർന്ന എഴുത്തുകാരനായ CR ദാസ് മാഷിനെ കുറിച്ച് 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ രചനാലോകത്തെ കുറിച്ചുള്ള ഒരു സെമിനാറും തൃശ്ശൂർ പൗരാവലിയുടെ നേതൃത്വത്തിൽ ലിറ്റററി ഫോറം സാഹിത്യം നൽകുന്ന സമാദരവുമാണ് ആദ്യ പരിപാടിയെങ്കിൽ, ഉച്ചയ്ക്ക് ശേഷം 100-ലധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള ഒരുപക്ഷെ ആദ്യത്തെ മലയാളത്തിലെ വനിതാ എഴുത്തുകാരി എന്ന് തന്നെ പറയാവുന്ന ശ്രീമതി KP സുധീരയുടെ രചനാലോകങ്ങളെ കുറിച്ചുള്ള 2ാമത്തെ സെമിനാറും അതിനുശേഷം നമ്മുടെ പൗരാവലി കൊടുക്കുന്ന ഒരു സമാദരവുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അക്ഷരീയത്തിന്റെ സാംസ്കാരിക സമ്മേളനം നടക്കുന്നത് 4 മണി തൊട്ടാണ്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് സംവിധായകനും എഴുത്തുകാരനും വ്യവസായിയുമായിട്ടുള്ള സോഹൻ റോയിയാണ്. ആ വേദിയിൽ ഏകദേശം ഡോക്ടർ SK വസന്ത മാഷും K രഘുനാഥനും അശോകൻ ചെരുവിലൊക്കെ ഉൾപ്പെടെ പ്രഭാവർമ്മയൊക്കെ ഉൾപ്പെടെയുള്ള ധാരാളം എഴുത്തുകാരുടെ സാന്നിധ്യം ഉണ്ടാവും. അന്നത്തെ ദിവസം നടക്കുന്ന പരിപാടിയിൽ ഉടനീളം തന്നെ 50-ൽ പരം എഴുത്തുകാരും സിനിമാ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരുമായിട്ടുള്ള അതിഥികളാണ് സംവദിക്കുന്നത് നമ്മോട് എന്നുള്ളതാണ് വസ്തുത. സാംസ്കാരിക സമ്മേളനത്തിൽ വെച്ച് ആണ് ഞങ്ങളുടെ ഈ വർഷത്തെ പുരസ്കാരങ്ങൾ നൽകപ്പെടുന്നത്. ഈ വർഷത്തെ പുരസ്കാരങ്ങൾ പ്രധാനമായിട്ടുള്ള പുരസ്കാരം യൂസഫ് അലി കേച്ചേരി പുരസ്കാരമാണ്. നമ്മുടെ ജില്ലക്കാരൻ കൂടിയായിട്ട് പോലും യൂസഫ് അലിയുടെ പേരിൽ നമ്മൾ ഒരു അവാർഡ് മാത്രമാണ് അദ്ദേഹത്തിന് ഓർമ്മ നിലനിർത്തുന്നതായിട്ടുള്ളൂ. അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 5 വർഷമായി തൃശ്ശൂർ ലിറ്റററി ഫോറമാണ്, സാഹിത്യ സാംസ്കാരിക കേന്ദ്രമാണ്. ഈ വർഷത്തെ യൂസഫ് അലി കേച്ചേരി പുരസ്കാരം പ്രഭാവർമ്മയ്ക്കാണ് നൽകുവാനായിട്ട് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രൗദ്രസ്വാത്വികം എന്ന ഖണ്ഡകാവ്യ സമാഹാരത്തിനാണ് ഇത്തവണത്തെ യൂസഫ് അലി കേച്ചേരി പുരസ്കാരം ലഭിക്കുന്നത്. അതോടൊപ്പം CP പോൾ ചുങ്കത്ത് സ്മാരക സാഹിത്യ പുരസ്കാരം, അത് പൊതുവിൽ നോവൽ കഥാവിഭാഗത്തിനാണ് നൽകുന്നത്. അത് CS ചന്ദ്രികയുടെ കാന്തൽ നോവലിനാണ് ഈ വർഷം നൽകുന്നത്. മൂന്നാമത്തെ അവാർഡ്
മൂന്നും നാലും അവാർഡുകൾ നമ്മൾ ഈ വർഷം തൊട്ട് ആരംഭിക്കുന്ന അവാർഡുകളാണ്. അതുകൊണ്ട് തന്നെ പ്രഥമ പുരസ്കാരം എന്ന് പറയേണ്ടി വരും. അത് ഒന്ന് GK പള്ളത്ത് മാഷിന്റെ പേരിലാണ്. നിങ്ങൾക്കും എനിക്കും അറിയാം GK പള്ളത്ത് നമ്മുടെ തൃശ്ശൂരിൽ ജീവിച്ച് അടുത്ത കാലത്ത് മരിച്ചവരാണ്. ഞങ്ങളുടെ രക്ഷാധികാരി കൂടിയായിരുന്നു. സിനിമ, നാടക, ഗാന രചയിതാക്കളിൽ ഒരു കാലത്ത് വളരെ പ്രശസ്തമായ പേരായിരുന്നു. പിന്നീട് അദ്ദേഹം പിന്തള്ളപ്പെട്ടെങ്കിലും മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം സാഹിതിയിൽ വളരെ സജീവമായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പേരിലാണ് അവരുടെ കുടുംബ ട്രസ്റ്റുമായിട്ട് സഹകരിച്ചുകൊണ്ട് GK പള്ളത്ത് സ്മാരക സാഹിത്യ പുരസ്കാരം ഈ വർഷം തൊട്ട് നൽകുവാൻ തീരുമാനിക്കുകയും അത് സിനിമ രംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സാഹിത്യ വിഭാഗത്തിനാണ് അവാർഡ് ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നത്. പ്രഥമ പുരസ്കാരം റഫീഖ് അഹമ്മദിനാണ് ഈ വർഷം ഞങ്ങൾ നൽകുന്നത്. വിശദവിവരം കത്തിൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു അവാർഡ് ഈ വർഷം തൊട്ട് തുടങ്ങുന്ന 4ാമത്തെ പുരസ്കാരം. 2 പുരസ്കാരങ്ങളാണ് ഈ വർഷം. മറ്റെല്ലാ പുരസ്കാരങ്ങളും നമ്മൾ 5 വർഷമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് TV കൊച്ചുവാവ എന്ന കഥാകൃത്ത്. അദ്ദേഹം വളരെ മുമ്പേ തന്നെ മരിച്ചുപോയ ആളാണ്. പക്ഷെ മതിയായ നമ്മുടെ ജില്ലക്കാരനാണ്, വാടാനപ്പള്ളി സ്വദേശിയാണ്. ഒരു തരത്തിലുള്ള അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കത്തക്ക വണ്ണമുള്ള ഒന്നും നാടിതുവരെ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ, അദ്ദേഹം ഒരു പ്രവാസി കൂടിയായിരുന്നു ദീർഘകാലം എന്നുള്ളതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ഈ പുരസ്കാരം ഞങ്ങൾ ഏർപ്പെടുത്തുന്നത്. അത് പ്രവാസികളായ മലയാളി എഴുത്തുകാർക്ക് വേണ്ടി മാത്രം നീക്കിവെച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഒരു പുരസ്കാരം ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായിട്ടാണെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. കേരളത്തിന് പുറത്തുള്ള പ്രവാസികളായിട്ടുള്ള മലയാളി എഴുത്തുകാരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് TV കൊച്ചുവാവ സ്മാരക പ്രവാസി സാഹിത്യ പുരസ്കാരം ഈ വർഷം തൊട്ട് നൽകുകയാണ്. ഈ പ്രഥമ പുരസ്കാരം ഇത്തവണ ലഭിക്കുന്നത് ശ്രീ സിജു ജേക്കബ് എന്ന് പറയുന്ന വ്യക്തിക്കാണ്. അദ്ദേഹം ഓസ്ട്രേലിയയിൽ സെറ്റിലായിട്ടുള്ള മലയാളിയാണ്. അവിടെ കേരള തനിമ എന്ന് പറയുന്ന പത്രം നടത്തുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണെന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകനാണ്. ഒപ്പം നോവലിസ്റ്റും കഥാകൃത്തും യാത്രാ വിവരണ എഴുത്തുകാരൻ കൂടിയാണ്. നിരവധി പുസ്തകങ്ങൾ ഇതിനോടകം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിനാണ് പ്രണയാധരങ്ങളോടെ എന്ന പുസ്തകത്തിനാണ് പ്രഥമ TV കൊച്ചുവാവ സ്മാരക പ്രവാസി പുരസ്കാരം ഞങ്ങൾ ഈ വർഷം നൽകുന്നത്. മറ്റു 2 പുരസ്കാരങ്ങളും കൂടിയുള്ളത് സാഹിത്യത്തിന്റെ സമഗ്ര സംഭാവനയ്ക്ക് ഈ 5 വർഷമായിട്ട് 6ാം വർഷമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന KP ബാലചന്ദ്രൻ സ്മാരക സമഗ്ര സംഭാവന പുരസ്കാരമാണ്. അത് ഈ വർഷം 2 പേർക്കാണ്. അതിൽ ആദ്യ പുരസ്കാരം പോകുന്നത് ശ്രീ ബാബു വെളപ്പായ, മാധ്യമപ്രവർത്തകനും എഴുത്തുകാരൻ കൂടിയാണ്, കവിയുമാണ്, ഗാനരചയിതാവാണ്, തിരക്കഥാകൃത്താണ്. അദ്ദേഹത്തിനാണ് KP ബാലചന്ദ്രൻ സ്മാരക പുരസ്കാരത്തിന് ഒരു അവാർഡ് പോകുന്നത്. മറ്റൊരു പുരസ്കാരം നൽകപ്പെടുന്നത് ബാലസാഹിത്യകാരിയും കഥാകൃത്തുമായിട്ടുള്ള ശ്രീദേവി അമ്പലപുരത്തിനാണ്. 2 പേരും തൃശ്ശൂർ നിവാസികളാണ്. ആ വിഭാഗത്തിൽ തന്നെ സാഹിത്യ ആദരവ് എന്നൊരു വിഭാഗമുണ്ട്. അതൊരു അവാർഡ് അല്ലെങ്കിൽ കൂടിയും അവാർഡിന് തുല്യമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒന്നാണ്. അത് എൻ്റെ ഒരു പ്രത്യേകത, അത് ഞങ്ങളുടെ അംഗങ്ങൾക്കായിട്ട് ഞങ്ങൾ നീക്കി വെക്കുന്നതാണ്. ഞങ്ങളുടെ അംഗങ്ങളിൽ മുതിർന്ന എഴുത്തുകാരായിട്ടുള്ളവർക്ക് മാറ്റി വെക്കുന്ന പുരസ്കാര തുല്യമായിട്ടുള്ള ഒരു ആദരവാണ്. സാഹിത്യ ആദരവ് എന്ന പേരിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ വർഷം 2 പേർക്കാണ് ഞങ്ങൾ നൽകുന്നത്. ഒന്ന് കവിയും ഗാനരചയിതാവും ഒക്കെ ആയിട്ടുള്ള ശ്രീ AP നാരായണൻകുട്ടിക്കും, 2ാമത്തെ പുരസ്കാരം നോവലിസ്റ്റും കഥാകൃത്തുമായിട്ടുള്ള ശ്രീ സുകുമാരൻ V പൂങ്കുന്നത്തിനുമാണ്. ഇങ്ങനെ 8 പേർക്കാണ് ഈ വർഷത്തെ പുതിയ 2 പുരസ്കാരങ്ങൾ ഉൾപ്പെടെ 8 പേർക്കാണ് ഈ വർഷത്തെ തൃശ്ശൂർ ലിറ്റററി ഫോറം സാഹിത്യ പുരസ്കാരങ്ങൾ സമർപ്പിക്കുന്നത്. ഇതിൽ ക്യാഷ് അവാർഡ് നൽകുന്നത് എല്ലാ പുരസ്കാരങ്ങൾക്കും ക്യാഷ് അവാർഡ് ഇല്ല എങ്കിലും CP പോൾ ചുങ്കത്ത് സ്മാരക സാഹിത്യ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട CS ചന്ദ്രികയുടെ കാന്തൽ എന്ന പുസ്തകത്തിന് പ്രശസ്തി പത്രവും ഫലകവും 25,001 രൂപയുമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. 2ാമത് യൂസഫ് അലി കേച്ചേരി പുരസ്കാരത്തിന് 10,001 രൂപയും ഫലകവും കീർത്തിപത്രവുമാണ്. അത് ശ്രീ പ്രഭാവർമ്മയ്ക്കാണ്. GK പള്ളത്ത് സാഹിത്യ പുരസ്കാരവും 10,001 രൂപയും ഫലകവുമാണ്. അത് നൽകപ്പെടുന്നത് ശ്രീ റഫീഖ് അഹമ്മദിനാണ്. TV കൊച്ചുവാവ സ്മാരക പ്രവാസി സാഹിത്യ പുരസ്കാരത്തിന് 25,001 രൂപയും ഫലകവുമാണ്. മറ്റ് 2 പുരസ്കാരങ്ങൾക്ക്
അതിൽ KP ബാലചന്ദ്രൻ പുരസ്കാരത്തിന് മാത്രമാണ് 5000 രൂപ വെച്ചാണ് നൽകുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് ഇതിൽ സ്പെസിഫൈ ചെയ്ത് എഴുതിയിട്ടില്ല. ഈ പല പുരസ്കാരങ്ങളും ചില ട്രസ്റ്റുകളുമായിട്ടും കൂടി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇപ്പോൾ CP പോൾ ചുങ്കത്ത് പുരസ്കാരം നൽകുന്നത് CP പോൾ ട്രസ്റ്റുമായിട്ട് കൂടി സഹകരിച്ചുകൊണ്ടാണ്. അതുപോലെ GK പള്ളത്തിന്റെ പുരസ്കാരം നൽകുന്ന അദ്ദേഹത്തിന്റെ കുടുംബ അംഗങ്ങളുള്ള GK ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത്. പ്രവാസികാര്യ പുരസ്കാരത്തിനും ഈ ഓസ്ട്രേലിയ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വിഭജിക എന്ന് പറയുന്ന സാംസ്കാരിക സംഘടനയുണ്ട്. ആ സംഘടനയാണ് അതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ പിന്തുണയും ഞങ്ങൾക്ക് തരുന്നത്. അവരുടെ ഒരു കോൺഫെഡറേഷൻ, പല രാജ്യങ്ങളിലുള്ള മലയാളി അസോസിയേഷനുകളൊക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു കോൺഫെഡറേഷന്റെ നേതൃത്വത്തിലാണ് അതിനുള്ള സഹായധനം തരുന്നത്. അതൊരു ദീർഘകാലത്തേക്കുള്ള കൊടുക്കത്തേക്കുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ TV കൊച്ചുബാവയുടെ പേരിൽ നിന്ന് ഒരു സ്മാരകവും നമുക്ക് ഇതുവരെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളൊരു സങ്കടകരമായ അവസ്ഥയിൽ നിന്നാണ് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതാണ്. സഹായിക്കാനായിട്ട് പ്രവാസികൾ തയ്യാറാവുകയും ചെയ്തിരിക്കുന്നത്. ഇതാണ് അവാർഡുകളുടെ പൂർണ്ണരൂപവും പരിപാടികളുടെ പൂർണ്ണരൂപവും. പത്രസമ്മേളനത്തിൽ ഇന്ന് പങ്കെടുക്കുന്ന 5 പേരിൽ ഒരാൾ ആബ്സെന്റ് ആണ്. ഇപ്പോൾ പങ്കെടുക്കുന്ന ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ, MD രാജേന്ദ്രൻ സാറ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളാൻ തന്നെയായിരുന്നു. MD രാജേന്ദ്രൻ സാറ്, മോഹൻദാസ് സാറിനെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എൻ്റെ പേര് K ഉണ്ണികൃഷ്ണൻ എന്നാണ്. ഞാൻ ലിറ്റററി ഫോറം പ്രസിഡന്റാണ്, കഥാകൃത്താണ്. കാട്ടൂർക്കാരനാണ്. ഇപ്പൊ ഒരു സമിതി ഉണ്ടാക്കിയിരിക്കുന്ന വാടാനപ്പള്ളിയിലാണ്. അവിടെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ടായിരിക്കാം. ആ സമിതിയായിട്ട് നമ്മൾ സഹകരിക്കുന്നുണ്ട്. ലൂയിക്ക് ഞങ്ങൾ വാട്സാപ്പും ചെയ്തിട്ടുണ്ട്. പ്രിന്റ് ഔട്ട് കൂടാതെ ഡിജിറ്റൽ കോപ്പി അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഗ്രൂപ്പിലിടാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ തന്ന എല്ലാ ഡോക്യുമെന്റ് കോപ്പികളും വാട്സാപ്പിൽ ഇട്ടു, ഫോട്ടോ സഹിതം. പരമാവധി പ്രാധാന്യം ഈ പുരസ്കാര ജേതാക്കൾക്ക്. കാരണം പുരസ്കാര ജേതാക്കൾ എന്നതിലുപരി ആരുടെ പേരിലാണ് പുരസ്കാരം കൊടുക്കുന്നതെന്നുള്ളൊരു വലിയ പ്രത്യേകത ഉണ്ടെന്നാണ് എനിക്ക് നിങ്ങളൊന്ന് സൂചിപ്പിക്കാനുള്ളത്. കാരണം അങ്ങനെ മറക്കേണ്ടവരല്ല അവരൊന്നും. അവരെയൊക്കെ നമ്മൾ തൃശ്ശൂരിലുള്ള നമ്മളെങ്കിലും ഓർത്ത് വെക്കേണ്ടവരാന്നുള്ളൊരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ പ്രാധാന്യം വാർത്തയിൽ തരണമെന്നൊരു അപേക്ഷ ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. ഒപ്പം ഈ അക്ഷരീയം എന്ന് പറയുന്ന പരിപാടി ഇപ്പം ഇതിനോടകം തന്നെ നമ്മുടെ നാടിൻ്റെ ഒരു വലിയ സാംസ്കാരിക സംഗമമായിട്ട് ഈ 5 വർഷം കൊണ്ട് മാറിയിട്ടുണ്ട്. ഇത് 6ാം വർഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു മുന്നേറ്റം നിലവിലുള്ള എല്ലാ സംവിധാനങ്ങൾക്കും അല്ലെങ്കിൽ എന്തിനും രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ മതത്തിന്റെ അല്ലെങ്കിൽ ജാതിയുടെ ഒക്കെ സപ്പോർട്ട് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രത്യയശാസ്ത്ര പിന്തുണ വേണമെന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ അതൊന്നും ഇല്ലാതെയും സാംസ്കാരിക പ്രവർത്തനം അതിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ട ഒന്നാണെന്നും സാഹിത്യമൊക്കെ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് നിഷ്പക്ഷമായിട്ട് നിലനിൽക്കേണ്ടതാണെന്നുള്ള ഒരു നിലപാട് ഉയർത്തിക്കൊണ്ട് ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിന്തുണ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണയ്ക്കും വലിയ പ്രാധാന്യമുണ്ട്. ഞങ്ങൾക്ക് നല്ല കലവറയില്ലാത്ത പിന്തുണ തൃശ്ശൂരിലെ മാധ്യമ ലോകം തരുന്നുണ്ട്. ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ, ഞങ്ങളുടെ പരിപാടികളെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി തൃശ്ശൂർ മാധ്യമങ്ങൾ നൽകാറുണ്ടെന്നുള്ളത് നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു അപേക്ഷ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. വിദേശ സാഹിത്യകാരന്മാർ, പ്രവാസി സാഹിത്യകാരന്മാർക്ക് അംഗീകാരം കൊടുക്കുന്നത്, അതും മലയാളത്തിൽ MD-യോളം തന്നെ തലക്കനമുള്ള മരിച്ചുപോയെങ്കിലും കൊച്ചുബാവ എന്ന് പറയുന്ന ആ വലിയ ഒരു ജീനിയസിൻ്റെ പേരിൽ ഈ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും കൊടുക്കുന്ന ഒരു പുരസ്കാരം എന്ന് പറയുന്ന വർഷത്തിൽ ആദ്യം ഏർപ്പെടുത്തുന്ന ഒരു പക്ഷേ നമ്മുടെ സാഹിത്യമായിരിക്കും. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. കാരണം ഇതൊരു മാതൃകയാണ്. ഒരുപാട് എഴുത്തുകാർ വിദേശികളുണ്ട്, നല്ല എഴുത്തുകാരുണ്ട്. അവരെ അംഗീകരിക്കാനോ അവരെ ആദരിക്കാനോ ഒരു സംഘടനയും അക്കാദമികൾ പോലും തയ്യാറായിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഇതൊരു പയനിയറിംഗ് പ്രോജക്റ്റാണെന്നുള്ളത് വിശ്വസിക്കുക. അത് പ്രത്യേകം നോട്ട് ചെയ്യുക.